All of you, welcome to my chemistry classes. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് സം കോമ്പൗണ്ട്സ് എന്നുള്ള സെക്ഷനിലെത്തി. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു, അതിനുശേഷം സം കോമ്പൗണ്ട്സ്. ആ സം കോമ്പൗണ്ട്സിൽ നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്തു, ഫസ്റ്റ് കോമ്പൗണ്ട് എടുത്തു, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് എടുത്തത്. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റില് അതിന്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൾസോ. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ എല്ലാ സെക്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഒരു കോമ്പൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. Now, we are going to, it's a chemical reactions of potassium dichromate. അതില് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഫോർമുല നമുക്കറിയാം. ഇറ്റ് ഈസ് എ K2Cr2O7. K2Cr2 here again O7. അപ്പൊ ഇതിന്റെ അകത്ത് കെ കൗണ്ടർ അയോൺ ആണ്. കൗണ്ടർ അയോൺ കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് എ കൗണ്ടർ അയോൺ. ആൻഡ് ഇവിടെ Cr2O7 2- അതാണ് ഒറിജിനൽ ഇസ് എ മോളിക്യൂൾ. ഓക്കെ, അപ്പോ നമ്മള് ഇത് മാത്രമേ ഇപ്പൊ തൽക്കാലം എടുക്കുന്നുള്ളൂ റിയാക്ഷൻ. ഓക്കെ, സോ യു ജസ്റ്റ് കൺസിഡർ ദാറ്റ് റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ഹിയർ അഗെയിൻ Cr2 ഹിയർ അഗെയിൻ O7 2-. Cr2O7 2-. ഇതിലേക്ക് നമ്മൾ സപ്പോസ് വി ആർ ആഡിങ്, ഓക്കെ, സപ്പോസ് വി ആർ ആഡിങ് ഹിയർ അഗെയിൻ ഇറ്റ് ഈസ് ഓൾസോ ഇറ്റ് ഈസ് OH-. ഇറ്റ്സ് അഗെയിൻ OH-. OH- നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. OH- ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൈക്രോമേറ്റ് ആണ്. ഡൈക്രോമേറ്റ് ചേഞ്ച് ഇൻ ടു ക്രോമേറ്റ്, ക്രോമേറ്റിലേക്ക് മാറും. Now you just consider like this way. Here again CrO4, then again 2-. CrO4 2-. അവിടെ 2- ആണ്. അപ്പോൾ രണ്ട് ക്രോമിയം ഉണ്ട്. ഹിയർ അഗെയിൻ 2 is there. അപ്പൊ CrO4 2-. അപ്പോ ഒരു ഓക്സിജൻ ഇങ്ങോട്ട് പോയിട്ടോ, പിന്നെ ബാലൻസ് ഉള്ളത് H+ ആണ്. Now you can see this also H+ is there. Correct. Now suppose you just consider in the opposite way of reaction also. The equilibrium, it is not an equilibrium reaction. Now if you consider chromate also, in the preparation chromate, if you add acid from sulfuric acid, if you add acid, you can get dichromate. Okay, now if you again you can say you can add H+ ion, and from sulfuric acid H2 here also SO4. We are not using HCl as well as HNO3 in this case. Okay, there are two. We are only using sulfuric acid, and the reason that we will discuss it, and now it is a H2SO4 is only using, and forming it is also Cr2O7 2-. അപ്പോ നമ്മൾ ഇതിന് പറയാം ഡൈക്രോമേറ്റ് ക്രോമേറ്റ്, അല്ലെങ്കിൽ തിരിച്ചു പറയാം ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ഇന്റർ കൺവേർഷൻ. ഓക്കെ, സപ്പോസ് ക്രോമേറ്റ് can be converted into R. ഇവിടെ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി. ഇവിടെ H+ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് നമുക്ക് എന്ത് എഴുതണം? ഇവിടുന്ന് ഒരു പിന്നെ H2 റിമൂവ് ചെയ്തു, then plus H2 also. ഓക്കെ, ഹിയർ അഗെയിൻ H2 എന്ന് കൂടെ എഴുതണം. ഓക്കെ, അപ്പൊ കൺഫ്യൂസ് ചെയ്യട്ടോ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ സെപ്പറേറ്റ് റിയാക്ഷൻ ആക്കി എഴുതുകയും ചെയ്യാം, അതിന് കുഴപ്പമില്ല. അപ്പോ ഡൈക്രോമേറ്റ് ലൈക്ക് ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ക്രോമേറ്റ്. ക്രോമേറ്റിലെ അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി സൾഫ്യൂരിക് ആസിഡ് acidify ചെയ്ത് കഴിഞ്ഞാൽ you can get dichromate. And so this is called chromate dichromate interconversion. And so it is called here again dichromate is also dichromate, and also this is a here again chromate only. Okay, chromate. Okay, അപ്പൊ ഇനി നമ്മൾ റിയാക്ഷൻസിനുള്ള ഹെഡിങ് കൊടുത്തേക്കാം. ഫസ്റ്റ് വൺ chromate dichromate interconversion. Chromate dichromate interconversion. ഇത് നമ്മൾ പൊതുവെ ഡൈക്രോമേറ്റിന് ഓറഞ്ച് റെഡ് എന്നാ പൊതുവെ പറയാം. ഓറഞ്ച്, ഓക്കെ, ഓറഞ്ച് റെഡ്. ഓക്കെ, ഇറ്റ് ഈസ് മേ ബി യെല്ലോ. ഓക്കെ, യെല്ലോ ഈസ് ഓറഞ്ച് കളർ. ഇറ്റ് ഈസ് ഓൾസോ ഓറഞ്ച്, ഓർ ഇറ്റ് ഈസ് ഓൾസോ യെല്ലോ. അപ്പൊ താഴെ എഴുതിയേക്കാം. The chromate can be converted into dichromate by acidifying with H2SO4. ഇത് നമ്മൾ പ്രിപ്പറേഷനിൽ പഠിച്ചാണ്. Also dichromate can be converted into chromate by the addition of alkali, like base, by addition of base. Clear? Okay, then you can write down this reaction. You write down this reaction. Pause it.
ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോവാണ്. താഴെ ക്വസ്റ്റ്യൻ അയക്കാം. പൊട്ടാസ്യം ക്രോമേറ്റ്, ഓറഞ്ച് കളേർഡ് പൊട്ടാസ്യം ക്രോമേറ്റ്, orange colored potassium chromate, comma, when added to sulfuric acid, it is changed into orange red colored solution. Full stop. Which compound is formed? This compound is formed. Answer dichromate. Which compound is formed? And give the reaction. Now this is the reaction. This is the reaction. Potassium, sodium, sodium chromate, and also potassium chromate, sodium dichromate, potassium dichromate. This reaction. The question rise. Model question. Now we are again going to another reaction also. Reaction is basic understanding. Chromium basic understanding. Maybe you just consider a potassium dichromate. Here again, potassium dichromate, K2Cr2, and then it is also potassium dichromate. Potassium dichromate, chromium oxidation state, it is always in a +6 oxidation state. One chromium +6 ആണ്. അങ്ങനെ രണ്ട് chromium, ഓരോ chromium +6 വെച്ച് രണ്ട് chromium ഉണ്ട്. നമ്മൾ ഇതിന്റെ oxidation state നമ്മൾ ഇവിടുന്ന് എടുക്കണ്ട കേട്ടോ. Oxidation state മാത്രം. Now you can say here again, this also chromium +6 is we have. Chromium +6. അപ്പോൾ ഇതിന്റെ configuration നോക്കാം. Configuration of chromium +6 is here again, this also D0 configuration. Okay, D0. Or you can say it is a noble gas configuration. അതേപോലെ ക്രോമിയത്തിന് വേറൊരു കോൺഫിഗറേഷൻ പോസിബിൾ. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചാണ്. സംശയമുള്ള അതിന്റെ ബാക്കിലേക്ക് ഒന്ന് മറിച്ച് നോക്കിയേക്കാം. ക്രോമിയത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 പോസിബിൾ ആണ്, +3 പോസിബിൾ ആണ്, പിന്നെ +4 ഓക്കെ അതൊക്കെ പോസിബിൾ ആണ്. ലാസ്റ്റ് വൺ +6 പോസിബിൾ ആണ്. ഇതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ +3ഉം +6ഉം ആണ്. നമ്മൾ അതിന് റൗണ്ട് ഇട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ അടുത്തൊരു പോസിബിലിറ്റി ക്രോമിയം +2 പോസിബിൾ ആണ്. ക്രോമിയം +2. ഓക്കെ, ഹിയർ അഗൈൻ +2 ഇസ് പോസിബിൾ. ഓക്കെ, +2 പൊതുവെ ഒരു ഗ്രീനിഷ് കളർ ഉണ്ടാവാം. ഒരു ഗ്രീനിഷ് ഞാൻ നോക്കിയിട്ട് പറയാം. യു ക്യാൻ സേ +2 ഇസ് പോസിബിൾ. +2 ആണെങ്കിൽ നമ്മൾ പറയുന്ന പേര് ക്രോമസ് എന്നാണ്. ഇറ്റ് ഇസ് കാൾഡ് ക്രോമസ്. ഓക്കെ, ഇറ്റ് ഇസ് കാൾഡ് ഹിയർ അഗൈൻ ക്രോമസ്. ഓക്കെ, ഇറ്റ് ഇസ് കാൾഡ് ക്രോമസ്. ഈ ക്രോമസ് ഉണ്ട്. അതേപോലെ വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഹിയർ അഗൈൻ ക്രോമിയം ഇസ് ആൾസോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് പോസിബിൾ. ഈ +3 എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക്കലി അതിന്റെ ഡി ഓർബിറ്റൽ കോൺഫിഗറേഷൻ D3 ആണ്. കുറച്ചുകൂടെ നന്നാക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് T2G. ഓക്കെ, then T2G3 കോൺഫിഗറേഷൻ. ക്ലിയർ? ആൻഡ് ദെൻ ക്രോമിയം +2. ക്രോമിയം +2 ആണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ +3 +2 അപ്പൊ D4 കോൺഫിഗറേഷൻ. ദിസ് അഗൈൻ D4 കോൺഫിഗറേഷൻ ആണ്. ഇറ്റ് ഇസ് എ D4 കോൺഫിഗറേഷൻ. അപ്പൊ ഇതാണ് ക്രോമിയത്തിന്റെ മെയിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല. ഈ സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ക്രോമിയം +2 അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. Now you think that in a chromium +2 condition, and this is called chromous condition. അപ്പൊ ആ സമയത്ത് എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ക്രോമിയം +3 because T2G3 filled കോൺഫിഗറേഷൻ ആണ്. സോ ഇറ്റ് ഇസ് ഹൈലി സ്റ്റേബിൾ. അപ്പോ ക്രോമിയം +2 ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ട് നേരെ +3യിലേക്ക് പോകും. ഓക്കെ, കറക്റ്റ്. നൗ യു ക്യാൻ സേ -1 ഇലക്ട്രോൺ. അതുകൊണ്ട് ക്രോമിയം +2 ഈസ് ആൾവേസ് എ reducing agent. Okay, now you can say this is a reducing. Okay, here again reducing. Electron പുറത്തെ ആൾക്കാർ കൊടുക്കുന്ന പരിപാടി ഉള്ള reagent പറയുന്ന പേരാണ് reducing agent, and this is a reducing. Okay, reducing agent. Okay, it is a agent, reducing agent. Now it is a reducing agent. Okay, now അപ്പോ ഇതാണ് ക്രോമിയം +3. ക്ലിയർ? ഈ ക്രോമിയം +3 വേറൊരു പേരും പറയും കേട്ടോ. ക്രോമിക് എന്ന് പറയും. ഓക്കെ, വേറൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ കൂടി ഇറ്റ്സ് ആൾസോ ക്രോമിക്. ഇറ്റ്സ് അഗൈൻ ക്രോമിക്. ഇറ്റ്സ് ആൾസോ ക്രോമിക്. ഓക്കെ, മേ ബി ഇനി അടുത്തൊരു പോസിബിലിറ്റി നമ്മൾ നോക്കുകയാണ്. +6 ആണോ
plus 3 are stable. Okay, definitely. Okay, noble gas configuration it is a size is large. Okay, I'm going to issues. Apo chromium plus 6 in a stable chromium plus 3. Clear? Okay. Apo mind so in the among the oxidation state, chromium plus 3 is highly stable, especially in acidic medium. Okay, acidic medium acidic medium chromium plus 6 എവിടുന്നെങ്കിലും 3 electron catch ചെയ്തുകൊണ്ട് chromium plus 3 ആയിട്ട് മാറിപ്പോ. Now you can say here again it is just like this way. Chromium plus 6 is converted into chromium plus 3. Okay, by absorbing 3 electron. അതുകൊണ്ട് electron catching agent നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് oxidizing agent. അപ്പോൾ അതുകൊണ്ട് chromium plus 6 okay is a oxidizing agent. It is also here again oxidizing agent. Okay, it is also oxidizing agent. Now it is also like this way. Now we can say that potassium dichromate is an oxidizing agent. Now it is an oxidizing agent. So it is an oxidizing agent. Okay. Potassium dichromate is a highly oxidizing agent in acid solution. So in here again H plus solution. Okay, it is in H plus solution. So that is a very important condition for this. Okay, but potassium dichromate so originally it is a plus 6 oxidation state. Potassium dichromate two chromium okay, two chromium and plus 3 like matu. Potassium dichromate 6 electron catcher because 1 chromium plus 6 changed into plus 3 electron catch, and then another chromium plus 6 changed into plus 3 again 3 electron catch. 3 plus 3 is 6. So potassium dichromate can catch 6 electron okay from other compounds. So it is a very good oxidizing agent. Okay. In the ചെറിയ രണ്ടാമത്തെ ഹെഡിങ് എടുത്തേക്കാം. ഒന്നാമത്തെ ഹെഡിങ് ആണ് chromate dichromate interconversion. രണ്ടാമത്തെ ഹെഡിങ്ങിലേക്ക് നമ്മൾ പോവാണ്. potassium oxidizing nature. Okay, oxidizing nature. Oxidation reaction oxidation reactions of K2Cr2O7. K2Cr2O7. Okay. അതിനകത്ത് ഹെഡിങ് ഒന്നും വേണ്ട, ഇത് നേരെ അങ്ങ് എഴുതിയാൽ മതി. ക്രോമിയത്തിന്റെ അവസ്ഥ ഓക്കെ ഞാൻ ഇതിന്റെ കളർ ചെയ്യാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. സോ യു ഡ്രോ ദിസ് വൺ. ഓക്കെ, വേറെ നോട്ടില്ല, നോട്ട് നമുക്ക് പിന്നീട് പറയാം. ഇത് വെച്ചിട്ട് നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയാം. ഓക്കെ, സോ യു ഡ്രോ ദിസ്, പോസ് ആൻഡ് ഡ്രോ ഇറ്റ്. കളർ ഞാൻ നോക്കിയിട്ട് പറയാം. ക്രോമസ്. ഓക്കെ, ക്രോമസിന്റെ കളർ അറൌണ്ട് വയലറ്റ് കളറാണ്. വയലറ്റ് കളർ. ഇത് ഓറഞ്ച് റെഡ്. ഓക്കെ, ഓറഞ്ച് റെഡ്, വയലറ്റ്. ഓക്കെ, പലതിനും പല ലിഗാൻഡ് വരുമ്പോൾ പല കളറും വരും. ഓക്കെ, ജനറലി വി ക്യാൻ സേ ഇറ്റ് ഇസ് എ വയലറ്റ് കളർ. ഓക്കെ, ഹിയർ അഗൈൻ വയലറ്റ് വയലറ്റ് പിങ്കിലേക്കും കൂട്ടാം. ഇവിടെ ഓറഞ്ച് നമ്മൾ നേരത്തെ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഇസ് എ ഓറഞ്ച് റെഡ്. Orange red color. Okay, then usually green color. Generally, it's called a green color. Okay, green color. Now, pause it. Now, I am erasing this one. Now, we will potassium dichromate in the reactions. Clear? Okay. Pause it again, and now I am erasing this one. Okay, then now potassium dichromate ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ബേസിക് റിയാക്ഷൻ. ഏത് ഓക്സിഡേഷൻ റിയാക്ഷനിലും എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു? അപ്പൊ നമുക്കറിയാം 6 ഇലക്ട്രോൺ നമുക്കറിയാം. എന്നാൽ കൂടി അത് 6 ഇലക്ട്രോൺ വെച്ചിട്ടുള്ള ഒരു ബേസിക് റിയാക്ഷൻ, ഒരു പ്രിൻസിപ്പൽ റിയാക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് ബാലൻസ് ഉള്ള എല്ലാ റിയാക്ഷനും നമ്മൾ എഴുതുക. അപ്പൊ നമ്മൾ നേരെ ബേസിക് റിയാക്ഷനിലേക്ക് പോവാണ്. Now it is a basic reaction. Okay, here again it is a basic reaction. Basic here again reaction. Now that reaction is just like this way. Okay, so it is a potassium dichromate, K2, and so it is also Cr2
Okay, here again O7, K2Cr2O7. Then acid medium, so it is a plus H plus. Now you can say plus H plus. Okay. One chromium, you can say plus 3 oxygen state. Now you can say aditha chromium plus 3. So for your understanding, you can say, then you can say chromium plus 3. Another chromium also here again plus 3. Okay, another chromium plus 3. Oh, wrong. I am wrong. Okay. One chromium plus 6. This answer is plus 3. Okay, here again plus 6. And here also you can say plus 6. Okay. Then, then plus. Okay. Plus 6 plus 3. Plus 3 plus 6, 3 electron. Plus 3 plus 6, 3 electron. Now you can see it can catch. This also 6 electron. That is very important. Okay. One chromium can catch 6 electron in acid medium. Then that gives, okay, that gives, 2K plus. 2K plus. Then plus, balance chromium plus 6 plus 3. Now you can say 2Cr3 plus. 2Cr3 plus. Then plus. Okay. Balance oxygen now. Oxygen 7 oxygen cancel H2 so 14H plus 1. So 14H plus. Here again 14H plus. So 7H2 now. Then it is also 7H2O is 4. Okay, this is the basic reaction. Okay, here original reaction is 6 electron pagaram. 6 electron kudukkunna oru reagent avada set. So that's it. Don't worry. Okay, reagent fit. Okay, this is the basic reaction. Just okay, 1 potassium dichromate can catch 6 electrons from other compounds. 1 potassium dichromate can catch 6 electrons from other compounds. So it is a oxidizing agent. So it is an oxidizing agent in acid medium. In acid medium. Okay. Then reactions like now we are going to its reactions. Okay. Now it is a reaction. Okay. So here again reaction. Maybe you can say first reaction is it is a Fe2 plus. Now it is here again Fe2 plus. Okay, Fe2 plus to Fe3 plus. Okay, so it is just like this way you are writing. It is also Fe2 plus. Fe2 plus that gives here also Fe3 plus. Fe3. Potassium dichromate acid medium add Fe2 plus and then down Fe3 plus. Fe2 plus FeSO4 Fe3 plus is SO4 2. Okay, Fe2 SO4 twice. Okay, the formula it is it is here again SO4 2 only. Fe2 SO4 thrice and the formula. Okay, don't worry about this formula, but you must understand how to write oxidation state. That is very important. And so this is Fe2 plus and Fe3 plus. And then this is Fe2 plus it is ferrous. It is called ferrous. Here again it is FeRrOU. And the color is here again green color. And G its color is green. Fe3 plus ferric. It is ferric. Okay, ferric. And the color is ferric chloride color. It is a slightly brownish color. Okay, so brown yellow. Okay, it is a brown yellow. Brown, it is a yellowish color. Brown yellowish color. Okay, so this is the reaction. This is Fe2 plus to Fe3 plus. Now you think that how many electron transfer is possible? How many transfer? 2 to 3 1 electron transfer is possible. So you can say it is a 1 electron transfer. Okay. 1 electron remove it. Okay. 1 electron transfer that is easy to understand. Okay. Plus 1 electron. Confusion. So it is a 1 electron transfer. You think 1 electron transfer. This is 1 electron transfer. Potassium dichromate basic reaction 6 electron transfer. This is 6 and so you multiply with here again 6. Okay.
Now you can say you multiply with here again 6. അപ്പോൾ ആ 6 എവിടെ എഴുതണം? ഇവിടെ എഴുതണം 6. Now 6 is here and here again 6. അപ്പൊ now this reaction change into 6 electron transfer. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഭാഗം നേരെ താഴെ ഇറക്കി വയ്ക്കണം. Now so it is just like this way. Here again, okay, K2, okay, K2 Cr2, here again O7, then plus, okay, then plus. ഇനി എത്രയായിരിക്കും? 14H plus, 14H plus, 14H plus, and then plus. അപ്പുറ ഭാഗത്ത് എഴുതണം. ഈ 6 ഇലക്ട്രോൺ ആവശ്യമില്ല, 6 ഇലക്ട്രോൺ ഇയാളാണ് കൊടുത്തത്, ഇനി 6 ഇലക്ട്രോൺ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. Then it is again 2K plus, then 2K plus, then plus here again 2 Cr3 plus, Cr3 plus, then plus 7H2. Now it is a balanced reaction. Question examination അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, write a balanced reaction for the conversion of ferrous into ferric അല്ലെങ്കിൽ ferrous sulfate into ferric sulfate. Clear? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. Maybe now we are going to another reaction also. So it is another reaction, and so here again I minus 2, here again I2, I minus 2 I2. അപ്പൊ ഇത് നമ്മൾ പറയാം iodide എന്നാണ്. It's called iodide. Okay, iodide. This also potassium iodide. കേട്ടോ, Ki, potassium iodide. അതേപോലെ അത് Ki എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം, കുഴപ്പമില്ല. Okay, iodide, okay, iodide. And so it is colorless. Color illa ട്ടോ, it is colorless. Potassium iodide നമ്മൾ ലാബിൽ ഉണ്ട്, അതിന് കളർ ഇല്ല. ഇനി now you can say iodine. This also iodine. അതിന്റെ കളർ വയലറ്റ് കളർ. It's called violet color. Okay. ഇനി നോക്കാം, ശ്രദ്ധിക്കാം. ഇവിടെ അയഡിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -1 ആണ്. ഇവിടെ അയഡിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് I2 ന്റെ അകത്ത് 0 ആണ്. സോ ഇറ്റ് ഈസ് 0. നമ്മൾ ആദ്യം ഇവിടെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യണം. 2I മൈനസ് ആണ്, ഇവിടെ എന്തായി? I2 ആയി. അപ്പൊ നോക്കാം, ഒരു I മൈനസ് I0 ആയി, 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അടുത്ത I മൈനസ് അടുത്ത I0 ആയി, അപ്പോൾ I2 ആവും. അപ്പൊ it is again 1 electron transfer. Totally it is a 2 electron transfer. Now here again this is again a 2 electron transfer. Clear? ഇവിടെ നമ്മൾ 6 ഇലക്ട്രോൺ ആക്കി, നമ്മൾ 1 ഇലക്ട്രോൺ ആക്കി 6 ലേക്ക് മാറ്റി. അപ്പൊ ഇവിടെ നമ്മൾ എന്താക്കണം? So it is a 2 നെ നമ്മൾ 6 ലേക്ക് മാറ്റണം. So you multiply with here again 3. ആ 3 എവിടെ വരണം? You can say 3 is here and this also 3 is here. Okay, correct. Yes. So ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഇറക്കി എഴുതിയാൽ മതി. So എങ്ങനെ ഇറക്കി എഴുതാം? K2 Cr2 O7. So it is also here again K2, this also Cr2, again O7, then plus it is 14H plus this one, again plus, okay. So 2K plus, then 2K plus, then again plus, okay, 2 Cr3 plus, then plus here again 7H2O. Clear? ഇവിടെ നമ്മള് ഒരു ഹാലൈഡ് ആണ് നമ്മൾ, മീൻസ് അയോഡൈഡ് ആണ് നമ്മൾ എടുത്തത്. ഇനി വേണമെങ്കിൽ ഇതിന് പകരം ബ്രോമൈഡ് പോസിബിൾ ആണ്. ഇസ് ഓൾസോ കാൾഡ് ബ്രോമൈഡ്. ഓക്കെ, ബ്രോമൈഡ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, അപ്പൊ അതിനും ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. സോ ഇറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് അയഡിൻ, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് അയഡിൻ Br മൈനസ് ഈസ് പോസിബിൾ. ഓക്കെ, Cl മൈനസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. എനിവേ Br മൈനസ് ഈസ് പോസിബിൾ ഹിയർ. ഓക്കെ, Br മൈനസ് ക്യാൻ ഗിവ് Br2. സോ ദാറ്റ്സ് റിയാക്ഷൻ. Maybe now we are going to another set of series of reaction. Now we are going to another reaction. Maybe it is a ferrous ferric, okay, it is sulfide. Okay, here again sulfide, S2 minus, here again S2 minus പറയുമ്പോൾ H2S എന്നാണ് S2 minus ഉണ്ടാവുക. H2S എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയൽ കോമ്പൗണ്ട് ആയിക്കോട്ടെ. S2 minus H2S. Now here again H2S. നമ്മുടെ ലാബിലൊക്കെ H2S ന്റെ കാര്യം പറയാറുണ്ട്. H2S. അപ്പോ H2S can be converted into this also sulfur. സൾഫർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇതുകൊണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോ സൾഫൈഡ്, അത് ഹൈഡ്രജൻ സൾഫൈഡ് കൺവേർട്ടിംഗ് ഇൻ ടു സൾഫർ. ഇനി അതിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റിന്റെ കാര്യം നോക്കാം. Now it is here again sulfur ഇവിടെ 2 minus oxidation state ആണ്, ഇവിടെ sulfur 0 oxidation state. So how many electron transfer? 2 electron transfer, and so it is a 2 electron transfer. So you multiply with then 2 into 6 ലേക്ക് മാറ്റണം 3, and now here again this 3 is here and this 3 is here. Correct? Okay. ഇനി നമ്മൾ നേരെ അതിന്റെ സാധനങ്ങളെല്ലാം ഇതേപോലെ ഇറക്കി എഴുതുന്നു. ഒരു കാര്യമുണ്ട്, ഇവിടെ ഹൈഡ്രജൻ 6 എക്സ്ട്രാ ഉണ്ട്.
14 വേണ്ടത്. അപ്പൊ 14 6 ഇവിടെ എക്സ്ട്രാ ഓൾറെഡി കോമ്പൗണ്ട് അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും? 6 കഴിച്ചിട്ടുള്ള 14 നമുക്ക് നോക്കൂ. Okay, now you can say it is a K2 CR2. Okay, here again K2 CR2 is also O7, then plus. Okay, 14H plus ന് പകരം 14 6 പോയി കഴിഞ്ഞാൽ okay, it is a 6. Okay, 14 minus 6 എന്ന് പറയുമ്പോൾ 8 അല്ലേ? 8. അപ്പൊ 8H plus. Now you can see it is also 8H plus is there. Okay, and that gives balance എല്ലാം പഴയപടിയാണ്. അപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ല. So then plus 2K plus, then 2K plus 2 CR3 plus, then plus it is also 7H2. 7 here again H2. Okay, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. Means it is so many ions are there. So it is, if you understand, it is very easy. Okay, ഇനി നമുക്ക് ഒരു 2-3 റിയാക്ഷൻ കൂടെ ഉണ്ട്. So you just write down this one. Okay, ആദ്യം basic reaction. Now you write down basic reaction. Clear? Pause ചെയ്തിട്ട് എഴുതാം basic reaction. അതിനുശേഷം oxidation reactions. ചെറിയൊരു സൈഡിൽ കൊടുത്താൽ നമ്മൾ ഓൾറെഡി ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതിയില്ല ഓൾറെഡി. പക്ഷെ അതല്ല, ഓക്സിഡേഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതാം. Then first one, ഒന്നാമത്തത് അതിന് പേര് കൊടുക്കണം ferrous into ferric. Ferrous into ferric. Ferrous into ferric. Okay, then you can write down this reaction. പക്ഷെ എഴുതുമ്പോൾ നിങ്ങൾ ആ പ്രാക്ടീസിലായിട്ട് എഴുതണം. വെറുതെ ബോഡിയിൽ നിന്ന് എഴുതി വെച്ച കാര്യമില്ല. അത് നമ്മൾ ബോർഡിൽ എഴുതിയ പോലെ തന്നെ പ്രാക്ടീസിലായിരിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് സമയമില്ലാത്തപ്പോൾ നിങ്ങൾ നേരെ എഴുതിക്കോ. ഓക്കെ, നേരെ എല്ലാം എഴുതിക്കോ. അതിനുശേഷം നിങ്ങൾ പോസ് ചെയ്ത് എഴുതുക. അതിനുശേഷം നെക്സ്റ്റ് വൺ iodide into iodine. Iodide into iodine. Iodide into iodine. Color important ആട്ടോ. This is colorless and this is also white. Okay, അത് പോസ് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ് വൺ sulfide. Okay, this sulfide. Sulfide into sulfur. Sulfur. Sulfide into sulfur. Okay, we are going to 1 or 2 reactions again. The pause it, pause it and write it. Okay. ഇനി ഉള്ള റിയാക്ഷൻ ഞാൻ കുറച്ച് നിങ്ങൾ സ്വയം എഴുതാൻ ലെവലിലായിട്ട് നിങ്ങൾ ഇപ്പൊ ആവണം കേട്ടോ. അപ്പോ ഞാൻ ഇറേസ് ചെയ്യാണ്. ഓക്കെ, അടുത്തത് stannous into stannum. പറയുന്ന പോലെ തന്നെ എഴുതി പോവാ കേട്ടോ. നമ്മള് പിന്നെ പറയുമ്പോ തന്നെ എഴുതി പോവാ. stannous into stannum. Stannous into stannum. This direction is not correct. Stannous into stannum. Okay, അപ്പോ stannous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻ ആണ്. ടിൻ SN ന്റെ ഫുൾ ഫോം ആണ് ശരിക്കും stannous. ഓക്കെ, ടിന്ന് നമ്മൾ പറയുമെങ്കിലും so it is a stannous എന്ന് പറയുമ്പോൾ SN plus 2 ആണ്. Then into stannic. Okay, it is a SN plus 4 ആണ്. ഇനി നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി പോവാ. So it is a 2 electron transfer. So it is a 2 electron transfer. So you want to convert into 6 electron multiplied with 3, and 3 is here and 3 is here. Rest of thing is very easy. നേരെ താഴ്ത്തിറക്കി എഴുതാം. താഴ്ത്തി എങ്ങനെ എഴുതും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ K2CR2O7, then plus 14H plus, then plus this one. Again that gives 2K plus plus 2CR3 plus plus 7H2. ബോർഡിൽ ഫുൾ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ അടുത്തത് സൾഫറിന്റെ സൾഫർ ഡയോക്സൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൾഫറിന്റെ ഏതെങ്കിലും കോമ്പൗണ്ട് ആയാലും മതി. സൾഫർ SO2 ആയിക്കോട്ടെ. SO2. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് ഇൻടു സൾഫേറ്റ് SO4 2 minus. സൾഫർ ഡയോക്സൈഡ് ഇൻടു സൾഫേറ്റ്. അടുത്ത എഴുതിയേക്കാം സൾഫർ ഡയോക്സൈഡ് ഇൻടു സൾഫേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് ഓൾസോ +4 ഓക്സിഡൈസ് ചെയ്ത് നിങ്ങൾക്കറിയാം
2 into 2 4 അപ്പൊ -4 ആയി. അപ്പൊ ഇതിന് +4 ആയി. അപ്പൊ ഇതിന്റെ 4 into 2 6. ഓക്കെ 4 into 6. ഓക്കെ 6 അല്ല സോറി 4 into 8. 8 minus 2 6. And so it is a +6 is also. Again it is also +4 to +6. Again 2 electron transfer, then multiplied with. ഇതൊന്നും നമുക്ക് എഴുതി നോക്കാം കാരണം ഓക്സിജൻ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. So it is here again it is 2 electron. അപ്പോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. And now you can say 3 and here again 3. Okay, then plus. നമ്മളിപ്പോ എഴുതി പൊട്ടാസ്യം K2 Cr2 and here again O7, then plus. Okay, ആസിഡ് മീഡിയം വേണം. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം ഇതിന്റെ അകത്ത് വരും കേട്ടോ. ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. ഇവിടെ then here again 6 oxygen. Okay, അപ്പോ 7 plus okay then is 7 plus 6 ഇതിനകത്തുണ്ട്. ഇനി അപ്പുറം നോക്കുമ്പോ 4 into 3 12 ആണ്. Okay, here again 12 oxygen. Here again like this way. അപ്പൊ ഇനി നമുക്ക് അതനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. അപ്പോ ഇവിടെ 13 ആണ്. 13 ഇവിടെ 13 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് മതി? അപ്പോ 13 ഒരു ഓക്സിജൻ എക്സ്ട്രാ മതി. ആ ഓക്സിജൻ എക്സ്ട്രാ ഇലക്ട്രോൺ അല്ലെ സോറി ആ ഓക്സിജൻ നമ്മൾ എക്സ്ട്രാ ഉള്ളത് H2 എഴുതും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് പ്ലസ് ആദ്യം പ്ലസ് H2 എഴുതാൻ പോകണം. Here again പ്ലസ് H2O then പ്ലസ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഒരു H2 മതി. അപ്പൊ അതുകൊണ്ട് 2 H plus മതി. Now you can say here again 2H plus. It is also 2H plus. And then forming it is also balance alla same then 2K plus again plus here also Cr2. Okay, Cr2 അല്ല Cr3 plus then 2Cr3 plus. Now it is over. ഈ ഓക്സിജൻ ഉള്ള എക്സ്ട്രാ ഒന്നുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉള്ളത് നമ്മൾ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഹൈഡ്രജൻ ആഡ് ചെയ്തില്ല. ഇവിടെ ഉള്ളതും അതേപോലെ തന്നെ. ക്ലിയർ? അടുത്ത പറഞ്ഞ കൂടെ നൈട്രൈറ്റ് ഇൻറ്റു നൈട്രേറ്റ്. ഓക്കെ നൈട്രൈറ്റ്. Okay, nitrate. Okay, so it is NO2 minus, NO2 minus, and so it is also NO2 minus. Okay, nitrite. No, right? This is sulfur dioxide, sulfate. That's common area. This is nitrite. Here again nitrite into nitrate. Okay, this is also NO3. This is also minus, NO3 minus. Okay, അപ്പോ ഇവിടെ നൈട്രേറ്റ് ദിസ് ഈസ് നൈട്രേറ്റ്. ഓക്കെ നൈട്രേറ്റ്. അപ്പൊ ഇവിടെ ഓക്സിഡൈസ് ആയിട്ട് നോക്കാം. 2 into 2 4 4 minus 1 plus 3. Okay, now it is a plus 3 oxidation. Now here again plus 3. ഇവിടെ 3 into 2 6 minus 1 it is 6 minus 1 it is 5. അപ്പൊ plus 5 oxidation. Now it is also plus 5 oxidation. അങ്ങനെയാണെങ്കിൽ so plus 3 to plus 5, so it is a 2 electron transfer, so you multiply it with okay multiply okay 3 കൊണ്ട് multiply again this 3. Okay, here again 3 it is a 3. Okay, 3 and this also 3. Okay, now it is over then plus. Okay, പിന്നെ ബാലൻസ് എന്താ വരിക? K2 Cr2 O7, and so it is also K2 Cr2 here again O7 then plus. Oxygen പ്രശ്നം അപ്പോൾ ഒന്നുണ്ട്. ഇവിടെ 6 oxygen, so here again 6 is also oxygen, and ഇവിടെ 3 into 3 9 oxygen. Clear? Okay, അപ്പോൾ 6 ഇവിടെ പ്ലസ് കൂടെ കേട്ടോ. 6 plus ഇവിടെ here again 7 oxygen. Okay, അപ്പോൾ here again 13 oxygen. അവിടെ 9 oxygen അല്ലേ? അപ്പൊ 9 ഓക്സിജൻ 9 കഴിഞ്ഞാൽ 10 11 12 13. അപ്പൊ 4 ഓക്സിജൻ നമ്മൾ സെറ്റിൽ ചെയ്യണം. 4 ഓക്സിജൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടി then plus 4H2. Correct? Okay, and then 4H2 കിട്ടി. അപ്പൊ 4H2 വേണമെങ്കിൽ 8H plus വേണം അവിടെ. You write only 8H plus. 8 here again H plus. Again that gives. Okay, then plus ഇനി എന്താ പറയാ 2K plus. അതെല്ലാം ഓട്ടോമാറ്റിക്കൽ. Then here again 2K plus. Then plus here again 2Cr3 plus. Clear? അപ്പൊ ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അപ്പൊ ആദ്യം നമ്മള് സ്റ്റാൻഡസ് ഇൻറ്റു സ്റ്റാനിക്. അടുത്തത് സൾഫർ ഡയോക്സൈഡ് ഇൻറ്റു സൾഫേറ്റ്. അടുത്തത് നൈട്രൈറ്റ് ഇൻറ്റു നൈട്രേറ്റ്. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. പരീക്ഷയ്ക്ക് ഇതേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത പോലെ, ഞാൻ ഈ ബോർഡിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ബാലൻസ് റിയാക്ഷൻ കിട്ടും. മേ ബി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് സം ചെയ്യാൻ പോകണം. നമ്മൾ വി ആർ കമ്പൈൻ. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് സം ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് ഈസ് ഐ എം ഇറേസിംഗ്. ഓക്കെ, യു റൈറ്റ് ഇറ്റ്, പോസ് ആൻഡ് റൈറ്റ് ഇറ്റ്. ഓക്കെ,
നമ്മൾ ആദ്യം എടുത്ത കാര്യം ഇതാണ്. നമ്മൾ കുറെ എണ്ണം എടുത്തു അല്ലേ? അപ്പൊ നമ്മുടെ ഒരു നമ്പറായി നമ്പർ. അതിനുശേഷം നമുക്ക് റിയാക്ഷൻ നമ്മൾ എടുത്തു. റിയാക്ഷൻ ദിസ് ഇസ് സീരിയൽ നമ്പർ റിയാക്ഷൻ. ഓക്കെ, അതിനുശേഷം റിയാക്ഷൻ നമ്മൾ മുഴുവൻ എഴുതാൻ പോയില്ല. അതിനുശേഷം നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അപ്പോ നമ്പർ ഓഫ് K2Cr ട്രാൻസ്ഫർ. ഓക്കെ, നമ്പർ ഓഫ് K2Cr2 here again positive. ഓക്കെ, ആദ്യത്തെ നമ്മൾ എടുത്തത് ഫസ്റ്റ് വൺ ഫെറസ് ഇൻറ്റു ഫെറിക്ക. ഫെറസ് Fe2 പ്ലസ് ഇൻറ്റു ഫെറിക് Fe3 പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബേസിക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ബേസിക് 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. അത് കൺവേർട്ടഡ് ഇൻറ്റു 6 ഇലക്ട്രോൺ ട്രാൻസ്ഫർ. 6 ഇലക്ട്രോൺ ട്രാൻസ്ഫർ കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ വിത്ത് 6 ആണ് കേട്ടോ. ഓക്കെ, 1 ഇൻറ്റു ഹിയർ അഗെയിൻ 6, that 6 is here and here again 6 is there. ഓക്കെ, അപ്പോ ഒരു KMnO4 മതി. K2Cr2 ആണ്. KMnO4 അല്ല, K2Cr2 ആണ്. കറക്റ്റ്. ഓക്കെ, അടുത്തത് രണ്ടാം പരീക്ഷ നമ്മൾ ഇത് പഠിച്ചു പോയാൽ മതി കേട്ടോ. You study this only table and then second one നമ്മൾ എടുത്തത് അയോഡൈഡ് അല്ലെ? ഓക്കെ, I minus 2 here again I2. അപ്പൊ ഇവിടെ നമ്മൾ 2 അപ്പൊ ഇത് 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. 2 നമ്മൾ 6ലേക്ക് ആക്കി. സോ മൾട്ടിപ്ലൈ വിത്ത് ഹിയർ അഗെയിൻ 3. ഓക്കെ, നമ്മൾ 3ലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് സോ ഹിയർ അഗെയിൻ ദിസ് ആൾസോ 3 is there. അപ്പൊ ഒറിജിനലി 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ കൺവേർട്ടഡ് ഇൻടു 6 ഇലക്ട്രോൺ. അതുകൊണ്ട് 1 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് is needed. Okay, clear. Then third one ഞാൻ എടുത്തത് എന്താ പറയുക, സൾഫർ അല്ലെ? Sulfide അല്ലെ? Then S2 minus that gives okay sulfur. Here again 2 electron transfer. Okay, 2 electron transfer ആണ്. അപ്പൊ ഇത് ഇവിടെ പിന്നെ അപ്പൊ അതുകൊണ്ട് multiply with here again it is a 3. This 3 is here and originally 2 electron converted into 6 electron. Then only 1 K2Cr2 is here. Okay, then next one. Clear. അടുത്തത് നമ്മൾ ഫോർത്ത് നമ്മൾ standard to standing SN2 plus 2. Okay, SN plus 4. SN here again plus 4. And now here again it is a 2 electron transfer and multiply with the 3. Okay, here again 3 and this also 3. Our 2 converted into 6 electron transfer and now it is only 1 K2Cr2 is needed. Okay, next one. So we are considering sulfur dioxide. Then fifth one, it is also SO2 to SO4 2 minus. Again it is also here again plus 4 and plus 6 2 electron transfer then into 3. Okay, appo angeyanengil 2 ne nammal endaki 6 electron transfer aaki 1 KMnO4 is needed and so this is the reaction. And last one here again sixth one. Okay, sixth one so here again sixth one now it is okay, last one nitrite. Okay, NO2 minus converted into it is also NO3 minus. Okay, appo idu plus 3 oxidation state aanu. Here again plus 5 oxidation state, 2 electron transfer, then 2 electron into here again 3 and now 3 is here. Ivide 3 idilla alle, this 3 and this 3 and 3 electron is here and so it is a 2 converted into 6 electron. Okay, and so only 1 KMnO4 is needed. Okay, so ഇത്രയും റിയാക്ഷൻസ് ഇനിയും നമുക്ക് റിയാക്ഷൻസ് എഴുതാം. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് ഇത്രയും റിയാക്ഷൻസ് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ പോസ് ചെയ്യാം, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കാം. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ഇത് മാത്രം വെച്ചാൽ വേണമെങ്കിൽ ആ പേരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഫെറസ് ടു ഫെറിക്, അയോഡൈഡ് ടു അയോഡിൻ, സൾഫൈഡ് ടു സൾഫർ, സ്റ്റാൻഡസ് ടു സ്റ്റാൻഡിക്, sulfur dioxide into sulfate, nitrite into nitrate. ഓക്കെ, അപ്പൊ ഇത്ര പേരും കൂടി ആഡ് ചെയ്താൽ എല്ലാം ഓക്കെ ആയി. പരീക്ഷയ്ക്ക് ഇത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. ഈ പ്രാക്ടീസ് നമ്മുടെ കയ്യിൽ വേണം, നമുക്ക് ഏത് റിയാക്ഷൻ എഴുതാൻ പറ്റും. അപ്പോ ഇതിൽ നമുക്ക് ഒരേ ഒരു റിയാക്ഷൻ കൂടി ഇതിനകത്ത് ബാലൻസ് ഉണ്ട്, നമ്മൾ ഇപ്പൊ തന്നെ പഠിപ്പിച്ചു പോയേക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ഓവർ. അടുത്തത് മൂന്നാമത്താണ് കേട്ടോ. തേർഡ് വൺ. ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ഇന്റർ കൺവേർഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി നോക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
it is a action of heat, അല്ലെങ്കിൽ reaction with heat. Okay, third one, reaction with heat. ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ, അതിന് കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഡീകമ്പോഷൻ റിയാക്ഷൻ മാത്രം. സോ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഹിയർ അഗെയിൻ K2 Cr2, ഹിയർ അഗെയിൻ O7, that gives, okay, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാലൻസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്, ബാലൻസ് ചെയ്യണം പിന്നീട്. സോ ഇറ്റ് ഈസ് ഓൾസോ KCr, K ഹിയർ അഗെയിൻ K2Cr ആണ്, K2Cr of potassium chromate plus here again Cr2O3 plus. Okay, and balance on the Nava, it is oxygen is there. Okay, O2 is there. Then is also O2 is there. Okay, and balance is okay. Balance reaction balance itself difficult. Balance symbol 4. Here again 4 K2Cr+7. Up ഇവിടെ 4 വരും. Okay, അപ്പോൾ ഇവിടെ 4 into 8 വരും. അപ്പോൾ ഇവിടെ here 4 വരും അല്ലേ? അപ്പോൾ ഇവിടെ 4, അപ്പോൾ ഇവിടെ 4 ആയി. ഓക്കെ, ഇവിടെ 8-ല് 4 പോയി. ഓക്കെ, വീണ്ടും 4 കൂടെ വേണം. അപ്പോൾ 2 വേണം. 2Cr2. അപ്പോൾ now it is a balance എന്ന് തോന്നുന്നു, ചെക്ക് ചെയ്ത് നോക്കിക്കാം. And now it is a reaction of all of reactions of potassium dichromate. അപ്പൊ ഇതൊന്ന് എഴുതിയേക്കാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് മച്ച് ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് എ ഡീകമ്പോഷൻ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ റിയാക്ഷൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് റിയാക്ഷൻ ആണ് ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ഇന്റർകൺവേർഷൻ. ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി ഇമ്പോർട്ടന്റ്. Maybe also oxidation reactions of potassium dichromate. That's very very important reactions. എല്ലാ റിയാക്ഷനും പഠിച്ചു പോവാം. പരീക്ഷയ്ക്ക് ഏതായിട്ട് നമുക്ക് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. And last one is a decomposition reaction of potassium dichromate. So now this class is over, and thank you for watching. As you study well, okay, maximum workout, you work out maximum and take more output. Okay, thank you for watching. Again, see you the next class. Thank you.